അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിനൊക്കെ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റുകയാണ് കേട്ടോ. പഴം വിഴുങ്ങിയിട്ടുണ്ട്, നേന്ത്രപ്പഴമുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മാംഗോസ്റ്റിനും പിന്നെ പച്ച ഈത്തപ്പഴത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ അതും തണ്ണിമത്തനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ പിയർ. അപ്പോൾ എല്ലാം പെട്ടെന്ന് ഫ്രൂട്ട്സ് പെട്ടെന്ന് കഴിയണ കാരണം ഞാനത് അങ്ങനെ തന്നെ കവറിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച്. വെജിറ്റബിൾസും കുറച്ചധികം ഉണ്ട്, ടൊമാറ്റോ, പിന്നെ കോളിഫ്ലവർ, കോവയ്ക്ക, കൊത്തമ്പര, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം കൂടി ഓരോന്നിലാക്കാൻ നിന്നാൽ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ കൂടി കവറിലാക്കിയിട്ട് അടിയിലിങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് മുട്ട, ചെറുനാരങ്ങ, ചേമ്പ്, ചേമ്പുണ്ടല്ലോ, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്നുണ്ടായിരുന്നത് പാലിയപ്പം എന്നാണ് ഞങ്ങൾ പറയുക. ശരിക്കും ഉണ്ടയും എന്താണ് പിടിയും പാലും, ആ സാധനം മധുരമൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ പാലിയപ്പം എന്ന് പറയും. നല്ല രസമാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് പൊതുവേ 4 മണിക്കൊക്കെയാണ് കഴിക്കാറ്. പക്ഷെ ഇന്നെന്തോ ബ്രേക്ക്ഫാസ്റ്റിന് അത് മതിയെന്ന് തോന്നിയപ്പോൾ അതുണ്ടാക്കി. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആവോലി, ചെറിയ ആവോലിയായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ തന്നെ പൂച്ചക്കുട്ട ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ വെട്ടി ക്ലീൻ ചെയ്ത് കഴുകി ഒക്കെ സെറ്റാക്കി കായം പരട്ടണം. കറി വെക്കാൻ മാത്രമുള്ളൊരു വലിയ മീനൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് കായം പരട്ടുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ടത് പൊരിച്ച് ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അതും പിന്നെ പടവലങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. നമുക്ക് കുറച്ച് കുടംപുളി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുടംപുളി വെയിൽ കണ്ടപ്പോൾ ഇത് വെയിലത്തിട്ട് ഉണക്കണം, കരിയിൽ ഉണക്കുകയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ.